എല്ലാവർക്കും സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രായോഗിക മലയാളമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനകത്ത് മൂന്നാമത്തെ ബ്ലോഗാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു ബ്ലോഗിനകത്ത് പറയുന്നത് നമ്മുടെ പത്രവാർത്തകളെക്കുറിച്ചും വാർത്ത എഴുത്തുകളെക്കുറിച്ചും എല്ലാമാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഒരു ബ്ലോക്കിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അതിലൊന്നാമത്തെ യൂണിറ്റാണ് വാർത്താഘടന എന്നുള്ളത്. ഈ 1ഉം 2ഉം യൂണിറ്റുകൾ വരുന്നത് ജോയ് തിരുമൂലപുരം എന്നൊരു പത്രാധിപന്റെ എഴുത്തുകളെ കുറിച്ചാണ്. വാർത്തകളെക്കുറിച്ചും വാർത്താഘടനയെക്കുറിച്ചും വാർത്ത എങ്ങനെ എഴുതണം, എന്തെല്ലാം ശ്രദ്ധിക്കണം, അങ്ങനെ വാർത്തയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ട്. പല വോളിയങ്ങളിലായിട്ടാണ് ആ ഒരു വാർത്തയെക്കുറിച്ചുള്ള ലേഖനമുള്ളത്. അതിൽ നിന്നാണ് ജോയ് തിരുമൂലപുരത്തിന്റെ ഈ ഒരു ലേഖനങ്ങളിലാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അതിലൊന്നാമത്തെ യൂണിറ്റാണ് വാർത്താഘടനയാണ് വരുന്നത്. ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് വാർത്ത എങ്ങനെ തയ്യാറാക്കാം, എന്തെല്ലാമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് വാർത്താഘടന വരുന്നത് കേട്ടോ. ഈ ഒരു പാഠഭാഗത്തിലും ഈ വാർത്താഘടന എന്ന് പറയുന്നത് വാർത്ത വോളിയം 3 എന്നുള്ള ജോയ് തിരുമൂലപുരത്തിന്റെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിലെ 3ാമത്തെ വോളിയമാണ് വാർത്താഘടന എന്നുള്ളത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് മുഴുവനായിട്ടും ഉള്ളത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകാവുന്ന രീതിയിലുള്ള യൂണിറ്റുകളാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഈ ഒരു ബ്ലോക്കിനകത്ത് ഉള്ളത് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത്. ഞാൻ മുൻപ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാ പ്രാവശ്യവും എന്ത് ചെയ്യണം, നമ്മുടെ എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ജസ്റ്റ് എന്താണ് അദ്ദേഹം എന്താണ്, അയാൾ ഏതെല്ലാം കൃതികൾ എഴുതുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 10 മാർക്കിൻ്റെയോ അങ്ങനെ 5 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ഈ ഒരു പാഠഭാഗത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്തെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാനോ വിശകലനം തയ്യാറാക്കാനോ ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ഈ ഒരു എഴുത്തുകാരനെ കൂടി ഉൾപ്പെടുത്തിയാൽ, അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ മറ്റു ചെറിയ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ ഒരു ചോദ്യത്തിന് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ജോയ് തിരുമൂലപുരമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്, പ്രശസ്തനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ്. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും എല്ലാം അംഗീകാരങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് കേട്ടോ. ഒരു പത്രവാർത്ത എങ്ങനെയാണ് എഴുതുന്നത്, നമുക്ക് തോന്നുന്നത് പോലെ എഴുതാൻ പറ്റില്ല അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് വാർത്തകളെല്ലാം വായിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ആ വാർത്തയുടെ രീതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. എങ്ങനെയാണ് ഒരു വാർത്തയ്ക്ക് ഒരു തലക്കെട്ടുണ്ടാവും, പിന്നെ അതിൻ്റെ പാരഗ്രാഫ് വൈസ് ആ ഓരോ കാര്യങ്ങളും കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. വളരെ കുറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണ് വാർത്ത ഉണ്ടായിരിക്കും. വാർത്തയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു എഴുത്ത് രീതി സ്വന്തമായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് നോക്കുന്നത്. ഒരു വാർത്തയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു തലക്കെട്ടാണ് അല്ലേ. അതിന്റെ ഹെഡിങ് ആണ് വാർത്തയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പത്രം കാണുന്ന ആളുകളാണ്. പത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആദ്യം വായിക്കുക തലക്കെട്ടുകളായിരിക്കും. ആ തലക്കെട്ടുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് താഴെയുള്ള വാർത്തകൾ വായിക്കുന്നത് അല്ലേ. നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള തലക്കെട്ടുകൾ കൊടുത്താൽ മാത്രമാണ് നമ്മൾ അതിനുള്ള കണ്ടന്റ് വായിക്കും. ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമെങ്കിൽ നല്ല ഭംഗിയുള്ള തമ്പലൈനുകൾ കൊടുക്കുകയാണ്, ആകർഷകമായിട്ടുള്ള നമുക്കത് കാണാനൊരു ത്വര ഉണ്ടാക്കുന്ന രീതിയിലുള്ള തമ്പലൈന് കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു വീഡിയോ പോയി ക്ലിക്ക് ചെയ്യുക അല്ലേ. ഇന്നത്തെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നമുക്കറിയാം, ചിലപ്പോൾ അവിടെ തമ്പലൈനിൽ കൊടുത്തില്ല ഒരു കാര്യമായിരിക്കില്ല അതിന്റെ കണ്ടന്റിൽ പറയുന്നുണ്ടായിരിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആകർഷകമായിട്ടുള്ള തമ്പലൈൻസ് കൊടുക്കും. അതുപോലെ തന്നെയാണ് തലക്കെട്ടും. തലക്കെട്ട് വളരെ ഇമ്പോർട്ടൻ്റ്, വാർത്തയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തലക്കെട്ട് എന്ന് പറയുന്നത്. ആ തലക്കെട്ടാണ് ആ വാർത്ത ആളുകൾ വായിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് കേട്ടോ. നമ്മൾ വളരെ ചുരുക്കിയാണ് ഈ ഒരു പാഠഭാഗം പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ പറയുന്നതുള്ളൂ. ഈ ഒരു പാഠഭാഗത്തിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. പിന്നീട് ഒരു വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്ന തലക്കെട്ട് കഴിഞ്ഞാൽ വരുന്നത് ക്രെഡിറ്റ് ലൈൻ ആണ് കേട്ടോ. ക്രെഡിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആരാണോ ആ വാർത്ത ശേഖരിച്ചിട്ടുള്ളത് അയാളെ രേഖപ്പെടുത്തുന്നതാണ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു വാർത്ത നിങ്ങൾ എടുത്തു നോക്കൂ, ആ വാർത്ത എടുത്തു നോക്കിയാൽ തലക്കെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാർത്ത ആരംഭിക്കുന്നതിന് മുൻപ് സ്വന്തം ലേഖകൻ എന്നുള്ള എന്നിട്ട് 2 ഡോട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം റിപ്പോർട്ടർ, അങ്ങനെ പലതും കൊടുത്തിട്ടുണ്ടായിരിക്കും. സ്വന്തം ലേഖകനായാണ് നമ്മൾ പലപ്പോഴായിട്ട് സാധാരണയായിട്ട് കാണാറുള്ളത്. അതിന് താഴെയായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ വാർത്തകളെല്ലാം വരുന്നത് അല്ലേ. അതിനെയാണ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ആ വാർത്ത ശേഖരിച്ച അയാളെയാണ് സ്വന്തം ലേഖകൻ എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും സ്വന്തം ലേഖകനായിരിക്കില്ല ക്രെഡിറ്റ് ലൈനിൽ ഉണ്ടായിരിക്കുക. അതായത് ഇപ്പോൾ സ്വന്തം ലേഖകൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ പത്രപ്രവർത്തകർക്കും ഒരു ഏരിയ ഉണ്ടായിരിക്കും. ആ ഏരിയയിൽ വരുന്ന ന്യൂസുകളെല്ലാം കളക്ട് ചെയ്യുന്നത് ഒരാളായിരിക്കും. അങ്ങനെ ഓരോ പത്രത്തിനും ഓരോ ഏരിയയിൽ ഓരോ ആളുകൾ ഉണ്ടായിരിക്കും.
അവർക്ക് കളക്ട് ചെയ്യുന്ന വാർത്തയാണെങ്കിൽ അവരെയാണ് സ്വന്തം ലേഖകൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ക്രെഡിറ്റ് ലൈനാണ് സ്വന്തം പ്രതിനിധി എന്ന് വരുന്നത്. ഈ സ്വന്തം പ്രതിനിധി എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്നു. ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ആക്സിഡന്റ് നടന്നു, ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് ആ ഒരു പത്രത്തിന് പ്രതിനിധി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പത്രത്തിന്റെ പ്രതിനിധിക്ക് ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു പ്രതിനിധി, പത്രത്തിന്റെ പ്രതിനിധി, റിപ്പോർട്ടർ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു വാർത്ത കളക്ട് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളെയാണ്, അത്തരം സാഹചര്യത്തിൽ അങ്ങനെ ഒരു വാർത്ത കളക്ട് ചെയ്യുന്ന ആളുകളെയാണ് സ്വന്തം പ്രതിനിധി എന്ന് പറയുന്നത്. അതായത് മറ്റൊരു സ്ഥലത്തുള്ള ഒരു റിപ്പോർട്ടർ വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ട് ആ സ്ഥലത്തുള്ള വാർത്തകൾ കളക്ട് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ കളക്ട് ചെയ്ത് കൊടുക്കുന്ന വാർത്തയാണെങ്കിൽ അതിന് സ്വന്തം പ്രതിനിധി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നീട് മറ്റൊരു ക്രെഡിറ്റ് ലൈൻ ആണ് സ്റ്റാഫ് പ്രതിനിധി അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നൊക്കെ പറയുന്നത്. അതായത് ആ ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. ഈ ഒരു പത്രമാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ് എഡിറ്റോറിയൽ സ്റ്റാഫ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ എഡിറ്റോറിയൽ സ്റ്റാഫ്സിൽ ആരെങ്കിലും ഒരാളാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ സ്റ്റാഫ് പ്രതിനിധി അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നെല്ലാം പറയുന്നത്. ഇത് തലക്കെട്ടിന് ശേഷം ഈ ഒരു സ്റ്റാഫ് പ്രതിനിധി അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ അല്ലെങ്കിൽ സ്വന്തം പ്രതിനിധി അല്ലെങ്കിൽ സ്വന്തം ലേഖകൻ, ഈ കാര്യങ്ങളൊക്കെയാണ് ക്രെഡിറ്റ് ലൈൻ ആയിട്ട് പറയുന്നത്. ഈ ക്രെഡിറ്റ് ലൈൻ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? തലക്കെട്ടിന് ശേഷം വാർത്ത ആരംഭിക്കുന്നതിന് മുൻപായിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് ലൈൻ കൊടുക്കട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് പ്ലേസ് ലൈൻ എന്ന് പറയുന്നത്. പ്ലേസ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു വാർത്ത ആരംഭിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നുണ്ടോ, അത് എവിടെയാണ് സംഭവിച്ചത് എന്ന് കൊടുത്തിട്ടുണ്ടാവും, സ്ഥലം കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ഏത് ജില്ലയിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെന്നുള്ള ആ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് പ്ലേസ് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പ്ലേസ് ലൈന് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് പ്ലേസ് ലൈനോട് കൂടി ഡേറ്റ് ലൈൻ എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് തീയതി കൊടുക്കുക, ആ ഒരു വാർത്ത നടന്ന തീയതി കൊടുക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. ഇത് ആളുകളെ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആക്കുന്ന ഒരു രീതിയിലേക്ക് വാർത്ത മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഡേറ്റ് ലൈൻ കൊടുത്ത സമയത്ത്. ആ ഒരു കാലഘട്ടത്തിൽ ഡേറ്റ് ലൈൻ സാധാരണയായിട്ട് കൊടുത്തിരുന്നു. ഇപ്പൊ നമുക്ക് ദൈനംദിനം പത്രങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡേറ്റ് ലൈനിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്നത്തെ പത്രത്തിൽ ഇന്നലത്തെ വാർത്തയായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക അല്ലെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റ് ലൈൻ എന്നുള്ള ഒരു കാര്യം ഇപ്പൊ നിലവിലില്ല, ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ആളുകളെ കൂടുതലായിട്ട് കൺഫ്യൂസ്ഡ് ചെയ്യിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആരും ഡേറ്റ് ലൈന് കൊടുക്കാറില്ല. അതിനുശേഷം വരുന്ന പത്രത്തിന്റെ മറ്റു ഭാഗങ്ങളാണ്, വാർത്തയുടെ മറ്റു ഭാഗങ്ങളാണ് ഇൻട്രോയും ബോഡിയും ടെയിലും ഒക്കെ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാട്ടോ. അതിനു മുൻപ് നമുക്ക് നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബൈലൈൻ എന്നുള്ള ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്താണ് ബൈലൈൻ എന്ന് പറഞ്ഞാൽ? ബൈലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, തലക്കെട്ടിന് ശേഷം കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് ലൈനിന് പകരം റിപ്പോർട്ട് ചെയ്ത ആളുടെ നെയിം കൊടുക്കുന്ന, പേര് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് ബൈലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രെഡിറ്റ് ലൈനിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പറഞ്ഞു? സ്വന്തം ലേഖകനുണ്ട്, സ്വന്തം പ്രതിനിധി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് പ്രതിനിധി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ, ഇങ്ങനെയെല്ലാം കൊടുക്കുന്നു അല്ലേ. അതിന് പകരം നമ്മൾ ചില വാർത്തകളിൽ കാണാറുണ്ട് എന്താണ്, അത് ആരാണോ റിപ്പോർട്ട് ചെയ്തത് അയാളുടെ പേര്. ഇപ്പോൾ അത് പൊതുവായിട്ട് നമ്മൾ കൊടുക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റിന് മാത്രമാണ് ഇങ്ങനെ ആളുടെ പേര് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു നമ്മൾ ഞായറാഴ്ച പക്തിയൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ കാണാം, സ്പെഷ്യൽ പക്തി ഉണ്ടാവില്ല പത്രത്തിലൊക്കെ, അതൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അതിലുള്ള ഈ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസിനൊക്കെ അയാളുടെ പേര് അത് ശേഖരിച്ച് അല്ലെങ്കിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളുടെ പേര് പലപ്പോഴും കൊടുക്കാറുണ്ട്. അത് എല്ലാത്തിലും കൊടുക്കാറില്ല, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസിന് മാത്രമാണ് ഇത്തരം ഈ ഒരു ബൈലൈന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബൈലൈന് നമ്മൾ ക്രെഡിറ്റ് ലൈനിന്റെ കൂടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ടത് നോക്കാൻ പോകുന്നത് ഇൻട്രോയാണ്. ഇൻട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രോ എന്ന് പറഞ്ഞാൽ ആ ഒരു വാർത്തയുടെ, നമ്മൾ വായിക്കുന്ന വാർത്തയുടെ തലക്കെട്ടിന് ശേഷം, ക്രെഡിറ്റ് ലൈനിന് ശേഷം, പ്ലേസ് ലൈനിന് ശേഷമുള്ള ഒരു ഭാഗമാണ് ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, നമ്മളൊരു പത്രവാർത്ത എടുത്താൽ അതിലെ ആദ്യത്തെ പാരഗ്രാഫിനെയാണ് ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വാർത്തയുടെ ഏറ്റവും ആദ്യത്തെ ഖണ്ഡികയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സും ആ ഒരു ആദ്യത്തെ ഖണ്ഡികയിലായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിലാണ് കൊടുത്തിട്ടുണ്ടാകുക കേട്ടോ. ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ തന്നെ എന്താണ് ആ ഒരു വാർത്തയുടെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് ചെറിയൊരു സമ്മറി നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഒരു ആക്സിഡന്റ് വാർത്തയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആക്സിഡന്റ് നടന്നു എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് അതിൽ കിട്ടും.
അടുത്ത പാരഗ്രാഫിലായിരിക്കും ആർക്കാണ് ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത്, എന്തെല്ലാം പരിക്കുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത പാരഗ്രാഫുകളിലായിരിക്കും വരിക. അപ്പോൾ ഒരു വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫിനെ അല്ലെങ്കിൽ ആദ്യത്തെ ഖണ്ഡികയാണ് നമ്മൾ ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നത്. ഈ ഇൻട്രോയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണ്, ആ ഒരു ഇൻട്രോക്കകത്തും ആ വാർത്തയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ടായിരിക്കണം. വളരെ ലളിതമായിട്ട് ആ ഒരു പാരഗ്രാഫിനകത്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ് ബോഡി. ബോഡി എന്ന് പറഞ്ഞാലും ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ പാരഗ്രാഫിന്റെ മുൻപുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ആ ഒരു ഭാഗങ്ങളെയാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡിയിലായിരിക്കും ആ ഒരു വാർത്തയുടെ മുഴുവൻ ഘടകങ്ങളും മുഴുവൻ മൂലകങ്ങളും കൊടുത്തിട്ടുണ്ടാകുക ഈ ഒരു ബോഡിക്കകത്താണ് കേട്ടോ. ലീഡിന്റെ വിശദീകരണമാണ് ഈ ഒരു ബോഡിക്കകത്ത് ഉണ്ടായിരിക്കുക. അതായത് ഇൻട്രോയുടെ ഒരു വിശദീകരണമാണ് ഈ ബോഡിക്കകത്ത് ഉണ്ടായിരിക്കുക. അതായത് ആ ഒരു വാർത്തയെ സംബന്ധിച്ചിട്ടുള്ള, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് കേസ് ആണെങ്കിലും ആ ആക്സിഡന്റിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത് പിന്നീടുള്ള 2-3 പാരഗ്രാഫിൽ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാരഗ്രാഫിലാണ് കൊടുക്കുക. ആ ഒരു പാരഗ്രാഫുകളൊക്കെയാണ് നമ്മൾ ബോഡി എന്ന് ഉൾപ്പെടുന്നത് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഈ ഒരു പോർഷനിൽ വരുന്ന പോയിന്റ് ആണ് ഈ ടെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ ടെയിൽ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് ഉണ്ടാവില്ലേ, ഒരു വാർത്തയുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ്, ആ പാരഗ്രാഫിനെയാണ് ടെയിൽ എന്ന് പറയുന്നത്. അതായത് അവസാനത്തെ ഖണ്ഡികയാണ് കേട്ടോ, ആ ഒരു വാർത്തയെ കൺക്ലൂഷൻ ചെയ്ത് കൊടുക്കുന്ന പോർഷനും. ഈ ഒരു ടെയിൽ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ എല്ലാം ആ ഒരു ഇൻട്രോയിലും ബോഡിയിലും ആ ഒരു വാർത്തയുടെ മുഴുവൻ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ആവശ്യമെങ്കിൽ മാത്രം ടെയിൽ വായിച്ചാൽ മതിയാകും. കാരണം ടെയിലിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോയിന്റ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഒരു സമയമില്ലാത്ത ആളാണെങ്കിൽ വേഗം ഇൻട്രോയും ബോഡിയും വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു വാർത്തയുടെ മുഴുവൻ കണ്ടന്റും കിട്ടി, പിന്നെ ടെയിലിലേക്ക് പോകണമെന്നൊന്നുമില്ല. ഈ അവസാന ഖണ്ഡികയിലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോയിന്റ്സ് കൊടുക്കണമെന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അഥവാ ഒരു എഡിറ്റിംഗ് നടത്തുന്ന സമയത്ത്, വാർത്താ എഡിറ്റിംഗ്, പത്രം എഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് എന്താണ്, ഈ ഒരു പത്രത്തിൽ സ്ഥലമില്ല എന്ന്, ഈ ഒരു വാർത്തയുടെ കോളത്തിൽ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെയിൽ ഒറ്റയടിക്ക് മാറ്റാൻ സാധിക്കും. കാരണം അതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇൻട്രോയിലും ബോഡിയിലും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, വാർത്തയുടെ എല്ലാ മൂലകങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ ടെയിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുള്ള രീതിയിൽ ആയിരിക്കണം ടെയിൽ ഉണ്ടായിരിക്കുക. അതായത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോയിന്റ്സ് ആയിരിക്കും ടെയിലിനകത്ത് കൊടുക്കേണ്ടത്, അവസാനത്തെ ഖണ്ഡികയിൽ കൊടുക്കട്ടോ. അപ്പൊ ഇത്രയാണ് ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട ലീഡ് അല്ലെങ്കിൽ പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ള മറ്റൊന്നാണ് ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വാർത്ത എഴുതുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു രീതി അല്ലെങ്കിൽ ശൈലിയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്ന രീതിയിൽ നമുക്കൊരു ഒരിക്കലും വാർത്ത എഴുതാൻ പറ്റില്ല അല്ലേ. ആ വാർത്തക്ക് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഈ ഒരു തലക്കെട്ട് വേണം, പിന്നെ ക്രെഡിറ്റ് ലൈന്, പിന്നെ ഇൻട്രോ, ബോഡി, ടെയില്, ഇങ്ങനെയാണ് ഒരു വാർത്ത എഴുതുക എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വാർത്ത എഴുതണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വാർത്ത എഴുതാൻ പറ്റുകയില്ല. അങ്ങനെ വാർത്ത എഴുതുന്നതിന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. നമ്മൾ സാധാരണയായിട്ട് വാർത്ത എഴുതുന്ന നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ശൈലിയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പിരമിഡ് ഉണ്ടല്ലോ, ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, തിരിച്ചു വെച്ച പിരമിഡ് നമുക്കറിയാം അല്ലേ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള പിരമിഡ്. ആ പിരമിഡിനെ തിരിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതായത് ഏറ്റവും വീതിയുള്ള ഭാഗം മുകൾ ഭാഗത്ത്, പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ആ കോൺ ഭാഗം എന്ത് ചെയ്യുന്നു, താഴെ വരുന്നു അല്ലേ. അങ്ങനെയാണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡ് തിരിച്ചു വെക്കുക. അപ്പോൾ ഇതിലൂടെ സൂചിപ്പിക്കുന്ന എന്താണ്, ആ പിരമിഡിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗം, നീളമേറിയ ഭാഗം മുകൾ ഭാഗത്താണ് വരുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ്, വാർത്തയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം മുകൾ ഭാഗത്തിൽ വരണം, പിന്നീട് ഇമ്പോർട്ടൻസ് കുറഞ്ഞ് താഴത്തേക്ക് വരണം. അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഓരോ പോയിന്റ്സും പറഞ്ഞില്ലേ, തലക്കെട്ട് വേണം, അത് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് ലൈന്, പിന്നെ ഇൻട്രോ, ബോഡി, ടെയില്. ഇൻട്രോയിലും ബോഡിയിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കണം, ടെയില് ലാസ്റ്റ് വരണം. അതായത് അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്ത പോയിന്റ്സ് ആണ് ടെയിലിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. പരമ്പരാഗതമായിട്ടുള്ള ഒരു വാർത്ത എഴുതുന്ന ശൈലിയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം ആരംഭിക്കുന്നത് അമേരിക്കയിലെ ആഭ്യന്തര കാലഘട്ടത്തിലാണ് ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം ആരംഭിക്കുന്നത്. അതായത് പട്ടാളക്കാർക്ക് തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആദ്യം കൊടുത്തിട്ട് പിന്നീട് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു സിസ്റ്റം ആരംഭിക്കുന്നത് അമേരിക്കൻ ആഭ്യന്തര കാലഘട്ടത്തിലാണ്. അതാണ് പിന്നീട് വാർത്താ മാധ്യമങ്ങളിലേക്കെല്ലാം തന്നെ വരുന്നത്. നമ്മൾ സാധാരണയായിട്ട് വാർത്ത എഴുതുന്ന ശൈലിയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച ഇൻട്രോയും ബോഡിയും ടെയിലും ഒക്കെ കൊടുത്ത് എഴുതുന്ന രീതിയാണ് കേട്ടോ. നമ്മൾ പിന്നെ അതുപോലെ തന്നെ
അതുപോലെ തന്നെ എല്ലാ വാർത്തകളിലും ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം ഉപയോഗിക്കില്ല. അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കണം. അതായത് വൈകാരികമായി ഉണർത്തേണ്ട വാർത്തകളൊക്കെ ഉണ്ടല്ലോ, അത്തരം വാർത്തകൾ ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റം ഉപയോഗിക്കാറില്ല. അതിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കൊടുക്കാറാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് സിസ്റ്റമാണ് വാർത്ത എഴുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ഒരു ശൈലി ഉപയോഗിക്കാറുമില്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാർത്ത തുടങ്ങുന്നത് എന്തിലൂടെയാണ് എന്നാണ് കേട്ടോ. എന്തിലൂടെയാണ് വാർത്ത തുടങ്ങുന്നത്? നിങ്ങൾ തന്നെ പറയൂ. നിങ്ങൾ ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്നതല്ലേ, നിങ്ങൾ തന്നെ പറയൂ. ഏതിലൂടെയാണ് നമ്മൾ വാർത്തകൾ തുടങ്ങുന്നത്? ഹെഡിങ്ങിലൂടെ അല്ലെങ്കിൽ തലക്കെട്ടിലൂടെയാണ് അല്ലേ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ക്രെഡിറ്റ് ലൈൻ എന്തിനു സൂചിപ്പിക്കുന്നു? വാർത്ത ശേഖരിച്ച ആളെയാണ് ക്രെഡിറ്റ് ലൈന് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, പ്ലേസ് ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? സംഭവം നടന്ന സ്ഥലത്തെയാണ് പ്ലേസ് ലൈൻ സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ചോദ്യം, വാർത്തയുടെ എഴുത്ത് ഘടന ഏതാണ്? ഇൻവേർട്ടഡ് പിരമിഡ് ഘടനയാണ് വാർത്തയുടെ എഴുത്ത് ഘടന. വാർത്തയുടെ തുടക്കം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വാർത്തയുടെ തുടക്കം അറിയപ്പെടുന്നത് ഇൻട്രോ അഥവാ ലീഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. പ്രത്യക്ഷത്തിൽ ആദ്യം ജനങ്ങളെ വായനയിലേക്ക് നയിക്കുന്നത് എന്താണ്? തലക്കെട്ടുകളാണ് അല്ലെ. അടുത്ത ചോദ്യം നോക്കാം. മികച്ച റിപ്പോർട്ടറിനുള്ള സ്റ്റേറ്റ്സ്മാൻ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന്റെ ലേഖകനായിട്ടുള്ള ജോയ് തിരുമൂലപുരമാണ് മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള സ്റ്റേറ്റ്സ്മാൻ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ബൈ ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്രെഡിറ്റ് ലൈനിന് പകരം റിപ്പോർട്ടറുടെ പേര് വെക്കുന്നതിനെയാണ് ബൈ ലൈൻ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. ഇൻട്രോ അഥവാ ലീഡ് എന്നാൽ എന്ത്? ഒരു വാർത്തയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പാരഗ്രാഫിനെയാണ് ഇൻട്രോ അഥവാ ലീഡ് എന്ന് പറയുന്നത്. അവസാനത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ്സ്മാൻ അവാർഡ് ജോയ് തിരുമൂലപുരത്തിന് നേടിക്കൊടുത്ത പരമ്പര ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു പരമ്പരയുടെ പേരാണ് ഇടമലക്കുടിയിലെ മുതുവന്മാർ എന്ന് പറയുന്നത് കേട്ടോ. മറക്കണ്ട, ഇടമലക്കുടിയിലെ മുതുവന്മാർ എന്ന പരമ്പരയ്ക്കാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല സ്റ്റേറ്റ്സ്മാൻ അവാർഡ് ജോയ് തിരുമൂലപുരത്തിന് ലഭിച്ചത്.